ലുക്ക് റിയൽ. ഇത് ആണോ? മൊത്തം വൈബായേ ചിരിയാലേ മൊത്തം വൈബായേ സത്യം വേറെ കാര്യം പറയട്ടെ, ഇപ്പൊ എന്തായാലും ഉണ്ടല്ലോ, ഇത് ആക്ച്വലി എയുടെ ബിഗിനിങ് സ്റ്റേജാ. ബിഗിനിങ് സ്റ്റേജിൽ പോലും ഇത് ഇങ്ങനെയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോ പേടിയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോ എന്തായിരിക്കും ഇത് ബിഗിനിങ് സ്റ്റേജിൽ ഇത്രയും പെർഫെക്ഷൻ ഒക്കെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോ ഡെവലപ്ഡ് ആവും. ഇത് റെഗുലറിന്റെ ഫോട്ടോ റെഫറൻസ് കാണിച്ചുണ്ടാക്കിയാന്നോ? അവന്റെ ഒരു കട്ടൊക്കെ ഉണ്ട് സത്യം. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ഒഴിവാക്കാൻ മദ്യപിച്ച് 3 സുഹൃത്തുക്കൾ കാർ തള്ളി. പക്ഷെ പകരം റോഡ് തടസ്സപ്പെടുത്തിയതിന് പിഴ ചുമത്തി. ഒന്ന് പോവേ. അല്ലല്ല, അത് ഇത് ശരിക്കും ഇത് ഐക്യമാണ് ശരിക്കും. മറ്റേത് ഡ്രൈവിംഗ് ലൈസൻസ് പോകണം, ഇത് കുറച്ച് ഇതാക്കി ഇറങ്ങാം. മറ്റേ ഡ്രൈവിംഗ് ലൈസൻസ് പോകും, എന്തൊക്കെ പരിപാടി പോകും. ഇത് കണ്ണാപ്പി പോയി ബാലൻ. ഇറ്റ്സ് നോട്ട് പ്ലേസസ് ദാറ്റ് മേക്ക് യു ഹാപ്പി, ഇറ്റ്സ് പീപ്പിൾ യു ആർ വിത്ത്. സത്യം. എത്ര മൂഞ്ചിയ സ്ഥലത്ത് പോയാലും കൂടെ നമ്മുടെ കൂടെ ഇതുപോലെ ഒരു 3 ഉണ്ടെങ്കിൽ ഏത് സ്ഥലവും അടിപൊളിയായിരിക്കും. സിനിമ അങ്ങനത്തെ മോളെ 10 ദിവസം ഷൂട്ട് കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം വിശ്രമം. എനിക്ക് തോന്നുന്നു ആസിഫ് അലിയുടെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു ക്യാരക്ടർ അദ്ദേഹം ചെയ്തിട്ടുണ്ടാവില്ല. അതായത് KGF ഇല്ലേ, മലയാളത്തിലെ KGF ആയിരിക്കും ടിക്കിറ്റാക്ക. എഴുതി വെച്ചോ. അത് ഞാൻ അടി. മലയാളത്തിലെ KGF ആയിരിക്കും. ഏതാ പടം ഏതാ? ടിക്കിറ്റാക്ക ഇറങ്ങാൻ പോകുന്ന ടിക്കിറ്റാക്ക ഒക്ടോബർ. എഴുതി വെച്ചോ. അത് ഞാൻ അടി. എന്റെ ഒരു KGF. ഇത് ഈ വർഷമാണ് റിലീസ്. ഈ വർഷം കണ്ണാപ്പി മുടിയൊക്കെ കണ്ണഞ്ചേട്ടന്റെ മറ്റേ സാധനം എടുത്ത് വെച്ചേക്കുവാ. കണ്ണഞ്ചേട്ടന്റെ തലയിൽ മറ്റേ റാ പോലെ ഒരു സാധനം വെക്കുമല്ലോ, ആ സാധനം എടുത്ത് വെച്ചേക്കുവാ. ഈ പരിപാടി കഴിയുമ്പോ കണ്ണഞ്ചേട്ടന്റെ കയ്യിൽ ബെൽറ്റ് വെച്ചാണ് ഞങ്ങക്ക് നാട്ടുകാരെ അറട്ടിയത്. രാത്രി 1 മണിക്കെന്താണ് കേട്ടാ. അപ്പൊ ഇതൊക്കെ ഓർമ്മകൾ. അയ്യോ എന്ത് രസമായിരുന്നു അറിയാമോ ആ സമയൊക്കെ. ഞാൻ ഈ വരവീഡിയോ കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്തോളാണ്. റിയലി മിസ്സിംഗ് ദിസ് ടൈം ഫോർ റിയൽ. എനിക്കൊട്ടും വയ്യടി ബേബി, കിടക്ക് വിളിച്ചു നീ സാധന ബേബി, നീയാണ് ജോഡി, നീയില്ലെങ്കിൽ പേടി. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഡേഞ്ചറസാ. ബേബി ഈ തക്കുടൂനെ തനിച്ചാക്കി പോയക്കല്ലടി ബേബി, നീയില്ല ജീവിതം ഇല്ല കന്യാ ബേബി, നീയില്ല ജീവിതം കാറ്റത്തലയും പഞ്ഞാ. പാണിയാടാ ഈകള്. ഞാനല്ല കോച്ച്, ഞാൻ ഒരു ഗ്യാങ്ങിന്റെ ലീഡർ അല്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ കോച്ചിന്? പറഞ്ഞ എന്റെ അമ്മോ.
ഇങ്ങനെ ഓരോന്ന് ഇവിടെ കൊണ്ട് ഇടല്ലേടാ. കളിപ്പാട്ടം മേടിച്ച് മുടിഞ്ഞ് ഈ നാശത്തിനൊക്കെയാണ് ഒടുക്കത്തെ വിലയാ. ஒன் லேக் അല്ല ഈഗിൾ അன்னைக்கு നീ പറഞ്ഞത്. ഇല്ലല്ല അത് വേറൊരു കാറാ. അതല്ലേ ഇപ്പതാ മനാഫ്രോ എനിക്ക് മേടിച്ചു തന്നതിന് തന്നെ നല്ല പൈസ ഉണ്ട്. ഞാൻ പിന്നെ വേറൊരു കാർ എടുത്തായിരുന്നു, അതിന് തന്നെ 37,700, ബാറ്ററിക്ക് 4,000. അതുകൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ അതിന്റെ സാധനങ്ങള് എല്ലാത്തിനും ഒടുക്കത്തെ വില. എടാ സാബ്ഗുരുവിന്റെ ഗിഫ്റ്റ് ഞാൻ പോയി കളക്ട് ചെയ്തില്ല ഗൈസ്. ഞാൻ അത് കഴിഞ്ഞ് നാട്ടിലോട്ട് പോയി, പിന്നെ ഇന്നലെ എത്തിയത്. ഇത് പോയി മേടിക്കണം. അതിവിടെ ഒരു വീട്ടിലിരിപ്പുണ്ട് എറണാകുളത്ത്. ഇതിന് എത്ര രൂപയായിരിക്കും ഈ വണ്ടിയൊക്കെ? പക്ഷെ ഈ വണ്ടിക്ക് നല്ല ഒറിജിനാലിറ്റി ഉണ്ട് അണ്ണാ. രാമായണത്തില് എടാ തെയ്യത്തിന്റെ സമയമാണടാ ഇപ്പൊ. കഴിഞ്ഞോ കൈ സീസൺ കഴിഞ്ഞോ? ഇല്ലല്ലോ. എടാ എനിക്കൊന്ന് പോയി കാണണമെന്നും ഉണ്ടായിരുന്നു. നാളെ ഓണാട്ടല്ലോ വലിയ ഉത്സവം. നാളെ 3-ാം തീയതി അല്ലേ ഉത്സവം? നാളെ ഇവിടെ കുംഭഭരണിയാ നാളെ. 3-ാം തീയതി ഞാൻ വരുന്നുണ്ട് അമ്പലത്തില്, അവിടുത്തെ ഉത്സവം. അത് മീനഭരണി. കഴിയാറായെന്നോ? അയ്യോ ഗൈസ്, ഇപ്പൊ വരാൻ പറ്റുന്ന അവസ്ഥയല്ല. അല്ലെങ്കിൽ ഞാൻ വന്ന്, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് തെയ്യം നേരിട്ട് കാണണം, കുറച്ച് ഫോട്ടോ എടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഇത് ഗൈസ് ഇത് കഴിഞ്ഞിട്ട് എപ്പോഴായിരിക്കും അടുത്ത ഒരു സീസണൊക്കെ വരാൻ പോണേ? നെക്സ്റ്റ് ഇയറോ? അയ്യോ ഒക്ടോബർ. ഇല്ലല്ലേ, എനിക്ക് തോന്നുന്നു നേരിട്ട് ഒരു ദിവസം എക്സ്പീരിയൻസ് ചെയ്യണം ഗൈസ്. ഏപ്രിൽ ലാസ്റ്റ് വരെ ഉണ്ടെന്ന് കണ്ണൂര്. പാരീസ് കോർട്ട് സുക്ക് വെള്ളം ഇവിടെ ഇല്ല. നോട്ട് അലൗഡ് ചേച്ചി. തിയേറ്ററിൽ കിട്ടും അത്. ചേച്ചി ആ ചുരിദാർ കഴിച്ച അവിടെ വെച്ചു ആ കൊട്ടയില്. സത്യമല്ല, ഇപ്പോഴത്തെ തിയേറ്ററിലൊക്കെ ചെക്കിങ് മറ്റേ ഇവിടൊക്കെ കേറുന്നത് പോലെയാണ്. എല്ലാം എന്തൊക്കെ കാണിച്ചു കൊടുക്കണം അവന്മാർക്ക്. തിയേറ്റർ ഇവിടെ ബോംബ് വെക്കാൻ വന്നാലും ഒരു സിനിമ കാണാൻ വന്നു പോയതാണ്. ഇവിടെ 2 ബ്ലോക്ക് ഉണ്ട്, കുഴപ്പമില്ലല്ലേ? അലക്ക് ഇതൊന്നും വേണ്ട, ഞാൻ ഇന്നലെ സ്കാൻ ചെയ്തതാണ്. കുട്ടി ഉള്ളിൽ തന്നെ ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൊക്കെ അടിച്ച് പൊട്ടിച്ചോളെ മറന്നു. പണി ഇതൊക്കെ ഒന്ന് അലക്കി ഒന്ന് കുളിക്ക് ചെല്ലി. ഇത് എന്താണ് ഈ പരിപാടി? എന്താണ് ഇത്? സമൂസ എത്ര സമൂസ? അത് 80 രൂപ. സമൂസക്ക ഇപ്പൊ ചിക്കൻ അല്ലേ സ്വന്തം? സത്യല്ലേ? മറിമായ. ഓക്കെ. ഇതെത്രയാണ്? അത് 900. തിയേറ്റർ എനിക്ക് വേണ്ട, എനിക്ക് ആ പോപ്കോൺ മാത്രം മതി. ഇല്ല സത്യം. അത് ഇപ്പം PVR-ലൊക്കെ ഒരു പടം കാണാൻ പോയ എങ്ങനെ പോയാലും ഞാൻ ഇത് പറയുകയാണെങ്കിൽ 2,500 3,000 രൂപ വേണം. ഒരു 3 പേര് 4 പേര് ഒരു PVR-ൽ പോയി പടം കൊണ്ട് ഫുഡും കഴിച്ച് തിരിച്ചു വരണമെങ്കിൽ എങ്ങനെ പോയാലും 3,000 രൂപ 3,500 രൂപയാവും. നമ്മള് പോപ്കോണും ഇത് മറ്റേ പെപ്സിക്കൊക്കെ എന്തൊരു ഫെയിലിയാന്ന് അറിയോ അതിനകത്ത്? തരത്തിലുള്ള കോൺസ്പിറസി തിയറികൾ നമ്മൾ കേൾക്കാറുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ ഇപ്പോഴും വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോൺസ്പിറസി തിയറി ഉണ്ട്. അതായത് മൈക്കിൾ ജാക്സൺ മരണപ്പെട്ടു എന്ന് പറയുന്ന ദിവസം മൈക്കിൾ മരിച്ചിട്ടില്ല എന്ന കോൺസ്പിറസി തിയറി. ഇത് വെറുതെ ഒരു വാഗ്വാദത്തിനുള്ള ഒരു ടോപ്പിക് ആയിരുന്നില്ല. ഇതിനെ സാധൂകരിക്കുന്ന കുറച്ച് തെളിവുകൾ നമുക്ക് നെറ്റിൽ തന്നെ കിട്ടും. ഫോർ എക്സാമ്പിൾ, മൈക്കിൾ ജാക്സൺ മരണപ്പെട്ടു എന്ന് പറയുന്ന ദിവസം CNN ചാനലിൽ ലാരി കിങ് എടുത്ത ഇന്റർവ്യൂ ആണ് ഈ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിലിരിക്കുന്നത് ഡേവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് ദി കോൺസ്പിറസി തിയറി ഈസ്, അന്ന് ഡേവിന്റെ
രൂപത്തിൽ വന്നത് ലാരി കിങ്ങുമായി ഇന്റർവ്യൂവിന് ഇരുന്നത് സാക്ഷാൽ മൈക്കിൾ ജാക്സൺ തന്നെയായിരുന്നു എന്ന്. ഇനി ആരാ ഡേവ് എന്ന് വെച്ചാൽ 1983 തന്റെ 6-ാം വയസ്സിൽ സ്വന്തം അച്ഛന്റെ ആക്രമണത്താൽ ശരീരത്തിന്റെ 90% പൊള്ളലേറ്റ ഒരു ട്രാജിക് സർവൈവറാണ് ഡേവ്. ആ സംഭവത്തിന് ശേഷം മൈക്കിൾ ജാക്സൺ അദ്ദേഹത്തെ സംരക്ഷിക്കുകയായിരുന്നു, ലൈക്ക് എ ഗോഡ് ഫാദർ. ഇനി സ്ക്രീനിൽ ഞാൻ ആ ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന ഡേവിന്റെ ഫോട്ടോയും അല്ലാതെ ബാക്കിയുള്ള ഇന്റർവ്യൂകളിൽ നമ്മൾ കണ്ട ഡേവിന്റെ ഫോട്ടോയും കാണിക്കാം. ഷോൾഡറിന്റെ വിടുത്തായാലും ശരി, പിന്നെ മേക്കപ്പിലുള്ള ചെറിയ മാറ്റങ്ങളായാലും ശരി, ഇനിയൊക്കെ പോട്ടെ. ചിലപ്പോൾ അന്ന് പാഡഡ് ഷോൾഡേഴ്സ് വെച്ചതാവാം, മോർ നമ്പർ ഓഫ് ലെയേഴ്സ് ഇട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ശബ്ദം, ഈ ഇന്റർവ്യൂവിലെ ഡേവിന്റെ ശബ്ദവും നമ്മൾ അല്ലാതെയുള്ള ഡേവിന്റെ പ്രോഗ്രാംസിലൂടെയുള്ള അദ്ദേഹത്തിന്റെ ശബ്ദവും നമുക്കൊന്ന് കേട്ടുപോകാം. I felt a little tap on my shoulder and I turned around. Better way to tell that story, but it's reality. And you know what, Larry? And throughout my struggles and my triumphs in my history, And പടം റിലീസായി കഴിഞ്ഞിട്ട് പുള്ളി ജീവനോടെ വന്നാ എങ്ങനെ ഇരിക്കും? പക്ഷെ എടാ ഡെത്ത് ഫേക്ക് ചെയ്യണത് ഭയങ്കര അത് കേസല്ലേ ശരിക്കും? അങ്ങനെ അത് ഭയങ്കര ക്രൈം അല്ലേ? അത് ഡെത്ത് ഫേക്ക് ചെയ്യണത് ഭയങ്കര ക്രൈം അല്ലേ അത്? ഈ സൗണ്ടിന്റെ കാര്യം പറയില്ല, ഈ മൈക്ക് മാറിയ എന്റെ മറ്റേ ഗെയിമിംഗ് റൂമിലെ സൗണ്ട് കേട്ടിട്ടില്ലേ നിങ്ങള്? മൈക്കിൾ ജാക്സൺ സൗണ്ട് പോലെ സൗണ്ട് തന്നെയാണ്. പൈസ ഉണ്ടല്ലോ നല്ല. ഡെത്ത് ഫേക്ക് ചെയ്യുന്നത് ഇത്രയും പോപ്പുലാരിറ്റി ഉള്ള ഒരു ആളെന്ന് പറഞ്ഞാ നിങ്ങൾ കണ്ടിട്ടില്ലേ? സോഷ്യൽ മീഡിയ പോലും ഇല്ലാത്ത കാലത്ത് ഇങ്ങേരെ ഉണ്ടാക്കിയ കോൺസേർട്ടിന്റെ ഒക്കെ ക്രൗഡ് എന്ന് പറയണുണ്ടല്ലോ, ഇപ്പോഴത്തെ ഒരു ആർട്ടിസ്റ്റിന് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റൂല. ഇപ്പോഴത്തെ ഈ മൈക്കിൾ ജാക്സൺ ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി 2026 ഒരു ഷോ ചെയ്യുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഭൂമി ഉൽക്കം അല്ല, എന്താ വരാൻ പോണേന്ന് പോലും പറയാൻ പറ്റത്തില്ല. മനസ്സിലായ? remember sitting down, crowds and bumper to bumper cars and വേറെ എല്ലാ കോൺസ്പിറസി തിയറി എനിക്ക് നൈസായിട്ട് സ്ട്രൈക്ക് ഓഫ് ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷെ ഈ ഒരു സംഭവം മാത്രം, പല സംഭവങ്ങളും മൈക്കിൾ ജാക്സന്റെ കോൺസ്പിറസി തിയറി തന്നെ പല സംഭവങ്ങളും സ്ട്രൈക്ക് ഓഫ് ചെയ്ത് കളയാൻ പറ്റും. പക്ഷേ ഈ ഒരു ഇന്റർവ്യൂ മാത്രം ഭയങ്കര അത്ഭുതമാണത്. was very impromptu. Remember sitting down. ഒരേ ശബ്ദം, പിന്നെ ഒറിജിനൽ ഡേവും ഈ ഡേവുമായിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങൾ, ഇതൊക്കെ കാണുന്ന സമയത്ത് ഇതിൽ എന്തോ ഒരു ചെറിയ കഥ ഇല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം മൈക്കിൾ ഇസ് ദ കിങ് ഓഫ് ഡിസ്ഗൈസ്. പല വീഡിയോകളിലുള്ള അദ്ദേഹത്തിന്റെ പ്രോസ്തറ്റിക് മേക്കപ്പും ഓരോരോ വീഡിയോസും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഹി ലവ്സ് ടു ബി ഇൻ ഡിസ്ഗൈസ്. ഇനി ഒരു പക്ഷേ ഈ കോൺസ്പിറസി തിയറി ശരിയാണെങ്കിൽ ഈ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഡേവിന്റെ രൂപത്തിൽ മൈക്കിൾ ജാക്സൺ ആണ് ഇരുന്ന് സംസാരിച്ചത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വരികൾ ഈ 2 വരികളായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എന്റെ ആളെയാ എന്താലേ? അയ്യോ, അങ്ങനെ വല്ല ജീവനോടല്ല വന്നാലേ എന്റെ അമ്മൂ. നിങ്ങൾ കാണാതെ പോവല്ലേ? ഇല്ല കാണാതെ പോവല്ലേ? എന്താ കുതിരയാ? കുതിര വെച്ചിട്ട് ഇതാണ് നമ്മുടെ ഡ്രോൺ ഷൂട്ട് കാണിച്ചു. ഇത് സീനാണോ? മൊബൈലിലോ? ഒരു നാൾ നമ്മൾ ഡ്രോൺ വാങ്ങി. കണ്ടോ ഒരു നാൾ നമ്മൾ ഡ്രോൺ വാങ്ങി. ഇതിലൊരു ട്രാൻസിഷൻ ഉണ്ട്. അപ്പോ എന്തായാലും കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തു. അപ്പൊ ഇതും കൂടെ കഷ്ടപ്പെടാൻ വിചാരിച്ചു. അങ്ങനെ പറ്റുന്ന വിധം നമ്മൾ വരച്ച് തീർത്തിട്ടുണ്ട്. ഒരുപാട് നാളുകൊണ്ടുള്ള കഷ്ടപ്പാടാണ്. Wait, I won't disappoint you. Guys, pack up. ദൂരത്ത് നീ ഉണ്ടെങ്കിൽ പെണ്ണെ, നീ ഒരുത്തിക്ക് വേണ്ടി ഞാൻ
ആ ഉറുമിയുടെ എന്റെ ഇതെല്ലാം മൊബൈൽ ചെയ്ത് വെച്ചിരിക്കുവാണോ? അന്ന് ചെയ്ത പുള്ളിയാ, സെയിം പുള്ളി. ബസ്സിന്റെ എല്ലാം ചെയ്ത പുള്ളിക്ക് ആരെങ്കിലും ഒരു ക്യാമറ മേടിച്ചു കൊടുറാ. സിനിമ പിന്നെ ഇതന്നെയാണല്ലോ. എടാ പുള്ളിയുടെ കയ്യിൽ ക്യാമറ ഉണ്ടായിട്ട് ആള് ഫോൺ വെച്ച് ചെയ്യണതാണോ അതോ ഇല്ലാത്തതാണോ? എന്റെ അമ്മ എന്ത് രസമല്ലേ എഡിറ്റിംഗും എന്ത് കിടിലും കിടിലം ബ്രോ. ഒരു രക്ഷയില്ല, ഒന്നും പറയല്ല. കിടിലം കിടിലം വേറെ ലെവൽ ടാലന്റ്, ഒന്നും പറയല്ല ബ്രോ. യൂസ്ഡ് തിങ്ക് ഉതുപ്പാക്കി പിടിക്കണത് ആൾക്കാര്, മനസ്സിലായോ? മുതലാക്കുന്നതാ. മാർച്ച് 19 ഹെവി ക്ലാസ് ലോഡിംഗ്. മാർച്ച് 19 എന്തൊക്കെയാ വരുന്നത്? ഇപ്പൊ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. കേരള മാസ് എന്തൊക്കെ പറഞ്ഞല്ലോ. ആട് വസ്പാർട്ട്, എന്റെ പൊന്നോ. സാധനം ഇത്ര റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു പടം ആ റീസെന്റിൽ ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. നിന്റെ ചേട്ടൻ ചെകുത്തല്ലാസറല്ല, അവന്റെ അപ്പൻ ലൂസിഫർ മാത്രം വന്നാലും പാപ്പൻ കപ്പും കൊണ്ടേ പോവത്തുള്ളൂ. എടാ വേറെ ഏതൊക്കെ പടം വരണേ? ടോക്സിക്കും ദുരന്തർ 2. ദുരന്തർ 2 ഇറങ്ങുവാണോ വീണ്ടും? അത് 1 ഇറക്കിയപ്പോഴേ അവര് ഇത് റിലീസ് ഡേറ്റ് വെച്ചായിരുന്നു. ഞാൻ ഇതുവരെ വസ്തു കൊണ്ടോയില്ല. ഇത് കാണാൻ പോയി കാണാൻ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ആണല്ലേ? ഞാൻ കണ്ടില്ലടാ. ഗെയിൽസ് ഫ്രസ്ട്രേഷൻ സേസ് ഇറ്റ് ഓൾ. ഞാൻ വായിച്ചതാ. ഞാൻ ഒന്നുകൂടെ എടുത്തു നോക്കിയട്ടാ. എന്റെ ഫ്രസ്ട്രേഷൻ ഇൻസിലോൺ പഞ്ചാബ് ഇവ എന്ത് തേങ്ങയായിരിക്കും അടിയിൽ നോക്കിയതല്ലേ? നമുക്ക് എന്ത് രസമായിരുന്നു തിയേറ്ററിൽ കാണാൻ. എന്ത് രസമായിരുന്നു ആ സമയത്ത്. എന്റെ അമ്മോ. ഞാൻ കൃഷ്ണൻ. He is Hari Krishnan and I am Hari Krishnan. I call him Hari and he calls me Krishnan. No Hari. കോമഡിക്ക് കോമഡി, പാട്ടിന് പാട്ട്, സസ്പെൻസ്, ത്രില്ല് എല്ലാം ഉണ്ട്. എല്ലാം എന്ത് കിടിലം ഫിലിമല്ലേ ഇത്. ഹരികൃഷ്ണൻസടാ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ ഈ പടം കണ്ടിട്ടില്ലേ? ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ. ഇല്ല. നോ നോ നോ. മക്കളെ ഈ പടം പോയി കാണണേടാ. ഡൗൺലോഡ് ചെയ്ത് കാണണേ. രണ്ടുപേരും മത്സരിച്ച് അഭിനയിച്ച പടവാ. ഒരാള് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ആ കുറച്ചുപേരേ ഉള്ളൂ. കുറച്ചുപേരെ കണ്ടിട്ടോ. ബാക്കിലെ കണ്ടിട്ടുണ്ട്. ആദ്യം കണ്ടപ്പോഴേ തോന്നി പൂക്കാൻ മടിച്ചു നിൽക്കുന്ന വാഗമൻ ജന്മാന്തരങ്ങൾക്കപ്പുറത്തെ ഒരു പരിചയം. ജീവിതത്തിനെന്തോ ഒരു പുതിയ പ്രതീതി കൈവന്നു. ഈ പടത്തിന് ശരിക്കും 2 ക്ലൈമാക്സ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ അത് സത്യമാണോ അല്ലയോ എന്ന്. ഈ പടത്തിന് 2 ക്ലൈമാക്സ് ഉണ്ടെന്നാ പറയണം. പക്ഷെ ഞാൻ എല്ലാ വട്ടം ഒരു ക്ലൈമാക്സ് കണ്ടിട്ടുള്ളൂ. ഇതിന് 2 ക്ലൈമാക്സ് ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതാ പറഞ്ഞ അതില് ഒരാള് മോഹൻലാലിന് ഫേവറബിൾ ആണ്. ഒരു ക്ലൈമാക്സ് മോഹൻലാലിന് ഫേവറബിൾ, ഒരെണ്ണം മമ്മൂട്ടിക്ക് ഫേവറബിൾ ആയിട്ടുള്ളത് ഉണ്ടെന്നാ പറയണേ.
കരള് പറിച്ചെടുത്ത് തന്നെയാണ് പറയുന്നത്. നീര് എനിക്കുള്ളതാണ്. അല്ല, എനിക്കുള്ളതാണ്. ഒന്നും അല്ലെങ്കിൽ ഞാൻ 1.5 വയസ്സിന് മൂത്തല്ലേ. അത് റെക്കോർഡ് പ്രകാരം ശരിക്കുള്ള വയസ്സ് എത്രയാണെന്ന് സംശയിച്ചിട്ടുണ്ട്. ആ വിടവുള്ള പല്ലും മോണകാട്ടിയുള്ള ചിരിയും ആനയെ വലിച്ചു കയറ്റാവുന്ന മൂക്കിന്റെ ദ്വാരവും പിന്നെ ത്രികോണ എന്നുള്ള നടപ്പും കണ്ട ഏത് പെണ്ണ് വരുമെന്ന ആ മത്തങ്ങ കൗളും ചളിങ്ങിയ മൂക്കും പിന്നെ ആമവാദം പിടിച്ചമാര് തോളും തൂക്കിയിട്ടുള്ള നടപ്പും കണ്ട പെമ്പിള്ളേര് പ്ലെയിനിൽ കയറി വരും. എനിക്കിത്തിരി എരിവൊക്കെ വേണം. എനിക്കിത്തിരി എരിവ് കുറഞ്ഞാലും ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് വേണം. എന്ത് പറയാ, ഫസ്റ്റ് സൈറ്റിലെ എനിക്കിഷ്ടായി. എനിക്ക് കൈ വെച്ച് ഓട്ടം നോക്കി എന്ത് സീനല്ലേ ഇതൊക്കെ. ഒരു പശു ഞാൻ പിണങ്ങി. അവനെ വിളി, അവനെ വിളി. നാളെ തൊട്ട് വല്ല റൂമിലെ കുറ്റിക്കാലിന് പോയി കയറിക്കോണം. നീ കളിക്കുന്ന ക്ലാസ്സാന്ന് പറഞ്ഞൂടെ? അത് ഞങ്ങളെ പോലുള്ള ഇത്ര ചെറുപ്പക്കാരിക്കുമ്പോ അതിന്റെ വെകളി തരാം. അളിയാനെന്ത് ബെസ്റ്റ് ഗേൾഫ്രണ്ട് ഉണ്ടോ ഇതിന്? ഇല്ല, അതുകൊണ്ട് മനസ്സിലാവത്തില്ല. ഞാൻ ഇത് നീ പോട്ടളിയ എന്തേലും ചോദിച്ച ഫ്രണ്ട്സാന്ന് പറയുന്നത്. എന്റെ ഗേൾഫ്രണ്ടിന് വേണ്ടി ഒരു പാട്ട്. അലവല ഇതെന്താ റൊണാൾഡോ അല്ലേ ഇത്? വീടിനെ കഷ്ടപ്പെട്ടാ. ചേട്ടൻ വന്നേ പിന്നെ എനിക്ക് സുഖം. അല്ലെങ്കിൽ ഈ പണി മുഴുവൻ ഞാനാ ചെയ്തോണ്ടിരുന്നത്. ചേട്ടന് പഴഞ്ചോറ് കിട്ടിയോ? നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പി ഒന്നുമല്ല ഞാൻ. അയ്യോ, ചേട്ടൻ ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. മുൻകോപക്കാരെ എനിക്കിഷ്ടമാ. അവരുടെ ഉള്ളിൽ സ്നേഹം കാണും. ചേട്ടൻ ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ? എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. മാസം 1000-ലേറെ ശമ്പളം വാങ്ങുന്നവനാ ഞാൻ. 1000 രൂപയോ? നോണ പറയാതെ എന്റെ ചേട്ടാ. മാസത്തിൽ 40 രൂപയാ ചേട്ടന്റെ ശമ്പളം എന്ന് വലിയ തള്ള പറഞ്ഞു. കള്ളൻ. എന്തുവാ ഇവിടെ രണ്ടാളും കൂടി? പക്ഷെ ഈ വീഡിയോ ഉണ്ടാക്കിയ മെസ്സി ഫാനാ. എനിക്ക് ഉറപ്പാ. എനിക്ക് ചീത്തപ്പേരുണ്ടാക്കി വെക്കുവോ? തങ്കപ്പാ, ഞാൻ സൈക്കിൾ എടുത്തോണ്ട് നമ്മുടെ കൊപ്രാക്കളം വരെ ഒന്ന് പോണം. ഒരാളെ അവിടെ കൊണ്ടാക്കണം. മഹാദേവ, സത്യത്തില് പ്രേതങ്ങളില്ല അല്ലേ? ഇല്ല, ഞാൻ കഴിച്ചു കഴിഞ്ഞത്. അതൊന്നും സാരമില്ല. ഒരു അവലൂസ് ഉണ്ട് ഇവിടെ കഴിക്കും. പല്ലിന് ബലം കിട്ടും. ശല്യം ഇപ്പൊ ഒന്നുമില്ല. പോയി കാലത്തോ അപ്പൊ പറയാ. അപ്പൊ എന്താ പറ്റിയത്? വണ്ടി എടുക്കണം. അടുക്കലോട്ടാ വണ്ടി എടുക്കാം. ഹാളിലേക്കാ. എന്താ ടയർ പഞ്ചറാടാ, മാറ്റിയിടണം. അതൊന്നും വേണ്ട. ഈ ഹൈ റേഞ്ചിലെ തണുപ്പത്ത് ടയറൊക്കെ ആര് കാണാനോ? അയ്യോ, അവള് വന്നു. സിസ്റ്റർ മേശൻ അടിയിലോട്ട് ഇരുന്നു. നെക്സ്റ്റ് പേഷ്യന്റ്. ഇതിൽ വന്നൊരു പരസ്യം കണ്ടാ ഞാൻ അവരെ ബന്ധപ്പെട്ടത്. ഇതാ എവിടെ നോക്കട്ടെ. വരന് ആവശ്യമുണ്ട്. നായർ യുവതി മൂലം വെളുത്തുന്നു. ഇതിനൊക്കെ എന്താ അഭിപ്രായം പറയാനല്ലേ ഇതിനൊക്കെ? നീ എന്താ ഈ നൈറ്റി ഒക്കെ ഇട്ടോണ്ട്? ഇത് നൈറ്റി ഒന്നും അല്ലടാ പോത്തെ. ഇത് ഞങ്ങൾ ഗൾഫിലെടുത്ത ഗൗണ. അല്ല, ഇതാര് തോമസോ? ഇല്ല, തോമസ് കുട്ടി വന്നില്ല. തോമസ് കുട്ടി 4 മാസം ഗർഭിണി ആയതുകൊണ്ട് ഭാര്യയും കൊണ്ട് ആശുപത്രിയിൽ പോയി. സോറി, 5 മാസം. ഇത് മഹാദേവനാണ് ഫാദർ. ഇത് മഹാദേവനാണ് ഫാദർ. മഹാദേവ, മുതൽ മാറ്റിയിട്ടുണ്ടോ? എന്താ ആ വാതിൽ പൂട്ടിയിട്ടുണ്ടോന്ന് നോക്കാം. വാ നോക്കാം. ആരാ ബാക്കില്? ഗുഡ് നൈറ്റ് പറയാൻ മറന്നുപോയി.
ഗുഡ് നൈറ്റ്. ശിവഭക്തന്മാരുടെ ഇതോടെ കണ്ട് അപ്പൊ ഇന്നത്തെ ഇവനെ കണ്ടാലറിയാം, ഇവൻ വരച്ച് വരയ്ക്കണ ഭയങ്കര കഴിവുള്ളവനാണ് അവൻ. നോക്ക് അയ്യോ, അത് കണ്ട കൈസ് നിങ്ങളത്? അല്ല അല്ല, ഞാൻ ഒരു കാര്യം പറയണ്ടേ കൈസ്, ഞാൻ പറഞ്ഞില്ല, എനിക്ക് വരയ്ക്കുന്നതിനോട് ഭയങ്കര രസം. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പൊ ഈ റീസെന്റ് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ കണ്ട് അപ്പൊ എനിക്കൊരു ക്രേസ് തുടങ്ങി. അതായത് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ബുക്കിനകത്ത് മറ്റേ ചെറിയ ഈ വര ലൈൻസ് ഒക്കെ ഇട്ടിട്ട് ചെറിയ ചെറിയ വരയൊക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ബ്ലാക്ക് പെയിനൊക്കെ വെച്ച് വരയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ വര ആർട്ടും ഒക്കെ ഇങ്ങനെ എന്തൊക്കെ എല്ലാ ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുത്തിവരച്ച് ഇതായി കഴിയുമ്പോൾ അവസാനം ഒരു നല്ല കാണാൻ മേനെയുള്ള ഒരു പടം പോലെ ആവും. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്ക്രിബിൾ എന്ന് പറയാം, സ്ക്രാച്ച് അങ്ങനത്തെ ഒരു സാധനമാണ് അത്. അതിനകത്ത് ഇപ്പൊ ഞാനത് വീഡിയോ കണ്ട് ഇത് വരയ്ക്കാൻ കഴിവൊന്നും വേണ്ട, ഇത് ചുമ്മാ ഇത് എല്ലാവർക്കും. ഞാൻ അപ്പൊ തന്നെ വണ്ടി എടുത്ത് ഇവിടുത്തെ ഒരു ആർട്ട് കടയിൽ പിക്സൽ ആർട്ട് അതുപോലത്തെ സാധനം ഇവിടുത്തെ കടയിൽ പോയി 450 രൂപയുടെ പേനയും ബുക്കും പേപ്പറും എല്ലാം മേടിച്ച് ഞാൻ ഇവിടെ വന്നിട്ട് ആ വീഡിയോക്ക് അവർ പറയുന്നുണ്ട് പ്രത്യേകം വരയ്ക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, ഇത് നമുക്ക് ചുമ്മാ. ഞാൻ എങ്ങനൊക്കെ വരച്ചിട്ടും പക്ഷെ ഇവിടെ ഒരാളെ കാണിക്കാൻ പോലും കൊള്ളൂല, മനസ്സിലായ? ഇത് ശരിക്കും ഒരു കഴിവ് വേണോടെ ഇതിന്. ഇനി എന്ത് വരയ്ക്കാൻ അറിയാതെ പറഞ്ഞാൽ അത് ഇതിനൊരു കഴിവ് വേണം ഇതിന്. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും അതൊരു മെനയാവണില്ല.